എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിഫ്റ്റി ഓപ്പണിങ്ങിൽ ജസ്റ്റ് പ്രീവിയസ് ഡേ ഹൈ അടിച്ചു. അതിനുശേഷം കണ്ടിന്യൂസ് ഡൗൺ ട്രെൻഡിലായിരുന്നു. പക്ഷെങ്കിൽ CPR-നുള്ളിൽ തന്നെ നിന്നുള്ള ട്രേഡിംഗ് ആയിരുന്നു. ഈ ആദ്യത്തെ ഒരു മൂവ്മെൻറ്റിന് ശേഷം പിന്നെ മൂവ്മെൻ്റ് ഇല്ല. ഓപ്ഷൻകാർക്കൊക്കെ പിന്നെ ഒരു ബെനിഫിറ്റ് കിട്ടി കാണത്തില്ല. ഓപ്ഷൻ സെല്ലേഴ്സിന് കുഴപ്പമില്ലാത്ത ചെറിയ പ്രോഫിറ്റൊക്കെ കിട്ടും. ബയേഴ്സിന് കണക്കാണ് കിട്ടില്ല. അപ്പോൾ എന്നും പറയുന്ന പോലെ ഈ ഇസ്രായേൽ ഇറാൻ ആ ഒരു ടെൻഷൻ്റെ ഒരു ഇതുകൊണ്ടാണ് മാർക്കറ്റ് ഇങ്ങനെ ഒരു വീക്ക് ഇതായിട്ട് നിൽക്കുന്നത്. ഇനിയും വരുന്ന ദിവസങ്ങളിലും അതിൻ്റെ ഒരു എഫക്റ്റ് അനുസരിച്ചുള്ള മൂവ്മെൻ്റ് ആയിരിക്കും മാർക്കറ്റിലുള്ളത്. ബാങ്ക് നിഫ്റ്റി ആണെങ്കിലും ഓപ്പണിങ്ങിൽ പ്രീവിയസ് ഡേ ഹൈ അടിച്ചു, ഇവിടം വരെ വന്നു. അതിനുശേഷം പ്രീവിയസ് ഡേ ഹൈയുടെ താഴെ പോയി 55,987 എന്ന 55,610 350 പോയിന്റിനടുത്ത് വൺ സൈഡ് മൂവ്മെൻ്റ് ആണ് തന്നിരിക്കുന്നത്. പക്ഷേ ഇതും ഇവിടെ ശ്രദ്ധിച്ചാൽ അറിയാം CPR-ൻ്റെ ലോവർ ലെവലിൽ സപ്പോർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ വരും ദിവസങ്ങളിലും വലിയ ഹെവി മൂവ്മെൻറ്റ് അപ്പിലോട്ട് വരുമെന്ന് തോന്നുന്നില്ല. പക്ഷെങ്കിൽ എന്തെങ്കിലും പിന്നെ പ്രയാസമായിട്ടുള്ള കാര്യങ്ങൾ മിഡിൽ ഈസ്റ്റിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഹെവി മൂവ്മെൻറ്റ് ഡൗണിലോട്ട് മാർക്കറ്റ് പോകാൻ ചാൻസ് കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചിട്ട് വേണം നമ്മുടെ പൊസിഷനൊക്കെ കൈകാര്യം ചെയ്യാൻ വേണ്ടി. അപ്പോൾ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും അധികം പറയാനില്ല. നോർമൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ ബാഡ് ന്യൂസ് വരുന്നതിനനുസരിച്ച് നല്ല ഹെവി ഡൗൺ ട്രെൻഡിനും പിന്നെ അപ്പ് ട്രെൻഡ് വലിയ ക്യാപ്ഡ് ആയിരിക്കും. 25,000 ആ റേഞ്ചിലോട്ട് മാത്രമായിരിക്കും ഇപ്പോഴത്തെ കണ്ടീഷന്. ഓക്കെ, നമുക്ക് കഴിഞ്ഞ ദിവസം നമ്മൾ എടുത്തിരുന്ന ഷെയറുകളാണ് ഈ കാണുന്നതൊക്കെ. ഈ ഫുൾ കാണുന്നത് നമ്മൾ ഇന്നലെ എടുത്തു. ഇതിനകത്ത് ഇത്രയും മാർക്കറ്റ് ഡൗണിലായിട്ട് പോലും നമുക്ക് നല്ല ചാൻസുകൾ തന്ന ഷെയറുകളുണ്ട്. നമുക്ക് കുറച്ച് ഷെയർ നോക്കാം. ഈ ഡെൽഫി എന്ന് പറയുന്ന ഈ ഷെയർ ഇവിടെ നോക്കിയേ, പ്രീവിയസ് ഡേ ഹൈ ഓപ്പൺ ചെയ്യുന്നത് R1-ന് മുകളിലാണ്. R1-ന് മുകളിൽ ഓപ്പൺ ചെയ്തു, R2-ന് മുകളിലോട്ട് പോയി. ഇവിടെ നോക്കിയാൽ അറിയാം, ഇവിടം വരെ വന്നു. ഈ ഹൈ അടിച്ചു. ജസ്റ്റ് മാർക്ക് ചെയ്ത് കാണിക്കാം. ഇതാണ് ഹൈ, ഇന്നത്തെ ഹൈ. അതിനുശേഷം ആ ഷെയർ നോക്കി എത്ര മണി വരെ, 12:30 വരെ ഇവിടെ ഇങ്ങനെ താളം പിടിച്ച് നിന്ന് ഈ ഷെയർ. നമ്മളിപ്പോൾ ഇവിടെ കട്ട് ചെയ്ത സമയത്ത് ഒരു എൻട്രി എടുത്തായിരുന്നെങ്കിൽ നമുക്കത് ചാൻസ് കിട്ടാതെ ഇത്രയും സമയം ഇരിക്കുമ്പോഴത്തേന് ആൾക്കാർക്ക് ഒരുമാതിരി ഭ്രാന്ത് പിടിച്ചിട്ട് കട്ട് ചെയ്ത് കളയും. ഞാൻ ഒരു 500 ഷെയർ ഷോർട്ട് ചെയ്തിട്ട് ഞാനിവിടെ കട്ട് ചെയ്ത് കളഞ്ഞു. അതിനുശേഷം അത് ഒറ്റയടിക്ക് താഴെ പോയി. 12:30 കഴിഞ്ഞിട്ട് 174 എന്നത് 163 വരെ പോയി. 11 12 രൂപ വരെ പോയി. പിന്നെ ആ ലെവലിൽ തന്നെ നിൽക്കുമായിരുന്നു. നല്ല ചാൻസ് ആ സമയത്താണ് വന്നത്. പക്ഷേ നമ്മൾ വെറുതെ മാർജിൻ റിലീസ് ചെയ്യാൻ വേണ്ടി ഇത് ഇവിടുന്ന് കട്ട് ചെയ്ത് കളഞ്ഞു. 500 വച്ചുകൊണ്ടിരിക്കുകയാണ്. 15,000 രൂപ കിട്ടില്ല 500 ഷെയറിൽ. അത് എല്ലാവർക്കും സംഭവിക്കുന്ന കാര്യമാണ്. പക്ഷേ വേറെ ഷെയറിനകത്ത് നല്ല രീതിയിൽ പ്രോഫിറ്റ് എടുക്കാൻ പറ്റി. ടച്ച് വുഡ് എന്ന് പറയുന്ന ഷെയറും ഈ ഡെൽഫി എന്ന് പറഞ്ഞാൽ വെച്ചവർക്ക് നല്ല പ്രോഫിറ്റാണ്. ഞാൻ കട്ട് ചെയ്ത് എൻ്റെ ഒരു ഇതാണ് പറഞ്ഞത്. വെച്ചവർക്ക് നമ്മുടെ പറയുന്ന കറക്റ്റ് റേഞ്ചിൽ തന്നെ താഴെ പോയി. പക്ഷേ ടൈം എടുത്താണ് ഇറങ്ങിയതെന്ന് മാത്രം. ടച്ച് വുഡ് എന്ന് പറയുന്ന ഷെയർ, അതും ഇവിടെ നോക്കിയാൽ അറിയാം. ആദ്യം ഓപ്പണിംഗ് പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ R1-ന് മുകളിൽ പോയി. അതിനുശേഷം R1-ന് താഴെ വന്നപ്പോൾ 123.53 എന്നത് 113, 10 രൂപ പ്രോഫിറ്റ് ഇവിടെ ഓൾറെഡി കൊടുത്തു. അതിനുശേഷം പോയി അടുത്ത ചാൻസ് ഇവിടെ ഇറങ്ങി. അടുത്ത ലെവൽ ഹൈ അടിച്ചിട്ടില്ല. വീണ്ടും ഇവിടെ പോയിട്ട് ഇവിടെ ഇറങ്ങി. ഇവിടെ നമുക്ക് വേണമെങ്കിൽ എൻട്രി എടുക്കാൻ ചെറിയ പ്രോഫിറ്റ് 122 രൂപ കിട്ടുന്നുണ്ട്. പക്ഷേ അതിനുശേഷം പോയി പുതിയ ഹൈ അടിക്കുകയും ചെയ്തു. അടുത്ത ലെവലിന് മുകളിൽ പോവുകയും ചെയ്തു. R2-ന് മുകളിൽ പോയി. അതിനുശേഷം R2-ന് താഴെ തിരിച്ചിറങ്ങി. അപ്പം നമുക്കിവിടെ വീണ്ടും എൻട്രി കിട്ടും. 131 എന്നത് പിന്നെ വൺ സൈഡ് മൂവ്മെൻ്റ് ആയിരുന്നു. 131 117 വരെ കിട്ടി. നല്ല പ്രോഫിറ്റ് അതിനകത്ത് വീണ്ടും കിട്ടി. STL ടെക്കിനകത്ത് നമ്മൾ ഉദ്ദേശിച്ച രീതിയിലൊരു ഇത് കിട്ടിയില്ല. ഇവിടെ നമുക്കൊരു എൻട്രി എടുത്താൽ നമുക്കിവിടെ 105 എടുത്താൽ നമുക്കൊരു 107 നമുക്ക് സ്റ്റോപ്പ് ലോസ് പോകും. അതിനുശേഷം പിന്നെ ഇവിടെ ഒരു ചാൻസ് തരുന്നുണ്ട്. പക്ഷേ എങ്കിൽ ചെറിയ ചാൻസാണ്. 1.5-1.25 രൂപയ്ക്ക് എടുത്ത് പിന്നെ നമുക്കത് ഹൈ അടിക്കാത്തതുകൊണ്ട് നമുക്കൊരു ബെനിഫിറ്റ് ഇല്ലാതെ റേറ്റ് ടു റേറ്റ് ചിലപ്പോൾ കട്ട് ചെയ്യേണ്ടി വന്നേനെ എടുത്തിരുന്നെങ്കിൽ. പക്ഷെങ്കിൽ ഇതിനകത്ത്
ഞാനാണെങ്കിൽ ഇതിനകത്ത് പ്രൊഡിക്റ്റീവ് ചാനൽ വെച്ചിട്ട് നല്ല എൻട്രി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഈ ലെവലിൽ നിന്ന് എനിക്ക് എൻട്രി ഉണ്ടായിരുന്നു. 117-18 റേഞ്ചിൽ നിന്ന് എനിക്ക് എൻട്രി ഉണ്ടായിരുന്നു. ഇതിനകത്ത് നല്ല പ്രോഫിറ്റും കിട്ടി. ഇടയ്ക്ക് സ്റ്റോപ്പ് ലോസ് 1-2 പ്രാവശ്യം അടിച്ചു. പ്രൊഡിക്റ്റീവ് ചാനൽ വെച്ച് ചെയ്ത് കഴിയുമ്പോൾ ചില സമയത്ത് നമുക്ക് സ്റ്റോപ്പ് ലോസ് പോകും. പക്ഷേങ്കിൽ മൊത്തത്തിൽ നല്ലൊരു പ്രോഫിറ്റ് ഈ ഷെയറിനകത്ത് നിന്ന് എടുക്കാൻ പറ്റി. സുബ്രോസ് എന്ന് പറയുന്ന ഷെയറിനകത്ത് ഇവിടെ ശ്രദ്ധിച്ചാൽ അറിയാം, ഓപ്പണിംഗ് ഇവിടെ വന്നു, അതിനുശേഷം നേരെ ഇവിടെ താഴോട്ട് അടിച്ചു. താഴോട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചിട്ടുണ്ട്. ഇവിടെ 997 എന്നത് 85. പക്ഷെ പെട്ടെന്ന് വന്നിട്ട് പെട്ടെന്ന് തിരിച്ചു കയറും. ചിലർക്ക് എല്ലാവർക്കും മൊബൈലിലൊക്കെ ട്രേഡ് ചെയ്യുന്നവർക്ക് അത് ബുക്ക് ചെയ്യാൻ പറ്റുന്നത്. അതിനെ തിരിച്ച് കയറി R1 മുകളിൽ പോയി R1 മുകളിൽ ഒരു ഹൈ അടിച്ചു. അതിനുശേഷം ഇവിടെ ഇറങ്ങി. ഇവിടെ നമ്മൾ 1050 റേഞ്ചിൽ എൻട്രി എടുത്താൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് വന്നത് ഇത്രയും ഹൈ ആയി പോകും. അത്രയും ഹൈ ആകുമ്പോൾ നമ്മൾ ക്വാണ്ടിറ്റി കുറയ്ക്കുക എന്നുള്ളൊരു കാര്യമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മൾ ഹൈയുടെ മുകളിൽ തന്നെ സ്റ്റോപ്പ് ലോസ് എടുത്തുള്ളൂ. ഇടയ്ക്ക് സ്റ്റോപ്പ് ലോസ് ഇട്ട് അടിച്ചു പോകും. അപ്പോൾ ഇവിടെ നമ്മൾ എൻട്രി എടുത്തിട്ട് അത് വെച്ചോണ്ടിരിക്കണം. ഇതിനകത്ത് നോക്കിയാൽ നേരത്തെ പറഞ്ഞ ഷെയറിൻ്റെ കൂട്ട് 11:45 വരെ മൂവ്മെൻ്റ് ഇല്ല. അതിന് ശേഷമാണ് വൺ സൈഡ് മൂവ്മെൻറ്റ് താഴോട്ട്. അതിനുശേഷം 1052 എന്നത് 998 52 രൂപയ്ക്ക് എടുത്ത് പ്രോഫിറ്റ് കാണിച്ചു. ഓക്കെ, നോക്കിയിരുന്ന് മൂവ്മെന്റ് മനസ്സിലാക്കി ചെയ്യുവാണെങ്കിൽ നല്ല പ്രോഫിറ്റ് ആണ് എല്ലാവർക്കും. ഇവിടെ നോക്കി ഓപ്പണിംഗ് ഇവിടെ ഓപ്പൺ ചെയ്തു, ഹൈ തന്നെ ഇവിടം വരെ പോയി 3080 വരെ പോയിട്ട് ഇവിടെ അടിച്ചു. ഇവിടെ 2991 കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ എൻട്രി എടുക്കാം. പക്ഷേ എങ്കിൽ ഹൈയുടെ മുകളിൽ കൊണ്ട് സ്റ്റോപ്പ് ഇടുമ്പോൾ ഒത്തിരി ഹൈ ആകുമ്പോൾ നമ്മൾ ക്വാണ്ടിറ്റി കുറയ്ക്കുക, 10, 15, 20 ഒക്കെ ആക്കുക. എന്നാൽ പോലും അതിനുശേഷം അത് ഹൈയും അടിച്ചിട്ടില്ല. ഇവിടെ നോക്കിയാൽ 2990 എടുത്തവർക്ക് 2898, ലാസ്റ്റിലോട്ട് വരുമ്പോൾ 2821, ഏകദേശം 180 രൂപ പ്രോഫിറ്റാണ് ആ ഷെയർ തരുന്നത്. നോക്കി ചെയ്തവർക്ക് നല്ല പ്രോഫിറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇതിനകത്ത് റൂബി മിൽസിനകത്ത് നമുക്ക് ചാൻസ് ഇല്ലായിരുന്നു. ഒമാക്സിനകത്ത് ഇവിടെ നോക്കിയാൽ അറിയാം, ഓപ്പണിങ്ങിൽ പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ പോയി ഇറങ്ങി 177 എടുത്തു. 106 ഒരു 1.5 രൂപ നമുക്ക് ഒരു തരുന്നുള്ളൂ. പക്ഷേ തിരിച്ചു പോയി രണ്ടാം ഹൈ അടിച്ചു. രണ്ടാം ഹൈ അടിച്ചിട്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട്, അടുത്ത ലെവലിൽ പോയിട്ടില്ല എങ്കിൽ തിരിച്ച് വീണ്ടും ഇറങ്ങുകയാണെങ്കിൽ ചിലപ്പോൾ നല്ല രീതിയിൽ 100% പറയാൻ പറ്റത്തില്ല. പക്ഷേ നോർമൽ കൂടുതലും ഷെയറിനകത്ത് വൺ സൈഡ് മൂവ്മെൻറ്റ് തരാറുള്ളൂ. അപ്പോൾ ഇവിടെ അതുപോലെ വൺ സൈഡ് മൂവ്മെൻറ്റ് തന്നിട്ടുണ്ട്. 107.87 എന്നത് 99 വരെ തന്നു, നല്ല മൂവ്മെൻറ്റ് തന്നു. ക്രെപ്സ് ബൈക്കകത്ത് ഇന്ന് മാർക്കറ്റ് മൈനസ് ആണെന്ന് നോക്കണം, എന്നിട്ട് നമുക്ക് നല്ല ചാൻസുകൾ തന്നിട്ടുണ്ടായിരുന്നു. DSSLനകത്ത് ഓപ്പണിങ്ങിൽ പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തു ഇറങ്ങി. അതിനുശേഷം 40 രൂപയ്ക്ക് മുകളിൽ പ്രോഫിറ്റ് ചെയ്യുന്നുണ്ട്. 20 മൈക്രോണിനകത്ത് ചാൻസ് ഇല്ല. ക്യാംലിൻ ഫൈനകത്ത് ചാൻസ് വന്നിട്ടില്ല. കൃഷാനായിക്കകത്ത് നല്ല ചാൻസ് ഉണ്ട്. പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ പോയി അതിനുശേഷം നോക്കി 15 എന്നത് 493 വരെ വന്നു. MFSLും പ്രീവിയസ് ഡേ ഹൈ അടിച്ചു. ഇവിടെ പ്രീവിയസ് ഡേ ഹൈ അടിച്ചു ഇറങ്ങി. നമ്മളിവിടെ ഒരു എൻട്രി എടുത്താൽ 586 എന്നത് 583 3 രൂപ തരുന്നുള്ളൂ. തിരിച്ചു പോയി വീണ്ടും ഹൈ അടിച്ചു, വീണ്ടും ഇറങ്ങി. ഇവിടെ 1586 എന്നത് 74. പക്ഷേ ഹെവി മൂവ്മെൻറ്റ് ഈ ഷെയറിനകത്തില്ല. വലിയ ഷെയർ ആയിട്ട് പോലും 10 രൂപയുടെ മൂവ്മെൻ്റ് ഒക്കെ തരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളായിരുന്നു നമ്മൾ ഇന്ന് ട്രേഡിങ്ങിന് വേണ്ടി എടുത്തിരുന്ന ഷെയർസിനകത്ത് നമുക്ക് ചാൻസ് തന്ന ഷെയറുകൾ. നമുക്ക് ഈ നാളത്തേനുള്ള ഷെയറുകൾ നോക്കുവാണെങ്കിൽ നമുക്ക് ഇത്രയും ഷെയർ എടുത്ത് വെച്ചിട്ടുണ്ട്. 15 ഷെയർ എടുത്തിട്ടുണ്ട്. അതിനകത്ത് MFSൽ ഞാൻ മൂവ്മെൻറ്റ് ഇല്ലെങ്കിലും എടുത്തിട്ടുണ്ട്. ഇത് ഒരു ഹൈ അടിച്ചിട്ട് നിരങ്ങുവാണ് ഈ ഷെയർ. എനിക്ക് തോന്നുന്നു മിക്കവാറും നാളെ ഈ ഷെയർ ഈ R1 R2 പോയിട്ട് ചിലപ്പോൾ നല്ല രീതിയിൽ ചിലപ്പോൾ ഒന്ന് ഇറങ്ങാനൊരു ചാൻസ് ഉണ്ട്. അത് ശ്രദ്ധിക്കുക. ഈ ഷെയർ MFSL AB ക്യാപിറ്റൽ എന്ന് പറയുന്ന ഈ ഷെയറും വലിയ മൂവ്മെൻ്റ് ഇല്ല. പക്ഷേ എങ്കിൽ ഈ R1 R2 റേഞ്ചിൽ നിന്ന് ഇറങ്ങാനുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ ഇറങ്ങും. ക്യൂ പവർ നോക്കുക. ഹൈയും R1 ഏകദേശം അടുത്തടുത്ത് ഈ 2 ലെവലിൻ്റെ മുകളിൽ പോയതിന് ശേഷം ഈ 2 ലെവലും താഴോട്ട് വരുവാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ നല്ലൊരു ചാൻസ് താഴോട്ട് കിട്ടാൻ സാധ്യതയുണ്ട്. ലുമാസ്റ്റെക്ക് അത് ഹൈയും R1 ഇതിനകത്ത് ഏകദേശം ഒരേ പരുവത്തില്ല. അപ്പോൾ അതിനകത്ത് ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. ഈ 2 ലെവൽ വന്നിട്ട് ഇറങ്ങുവാണെങ്കിൽ എടുക്കുക, അല്ലെങ്കിൽ വിട്ടേക്കുക. അതല്ല
ഇപ്പോൾ ഇത് നാളെ രാവിലെ ഇത് ഒരു 10 രൂപയൊക്കെ ഡൗൺ ക്ലോസിങ് ഇതാണ്. ക്ലോസിങ് എന്നൊരു 10 രൂപയൊക്കെ ഡൗൺ ആയിട്ട് ഈ ഷെയർ തിരിച്ച് കയറുവാണെങ്കിൽ, തിരിച്ച് കയറിയാൽ പോലും ഒരു 1070 ഇത് കണ്ടില്ല ആവറേജ്. ഈ 70 മുകളിൽ പോയതിനു ശേഷം തിരിച്ച് ഇതിന് താഴോട്ട് ഇറങ്ങിയാൽ നമുക്ക് സെല്ലിങ് ചാൻസ് ഉണ്ട്. നുവാമ എന്ന് പറയുന്ന ഷെയറിനകത്ത് R1 വന്നിട്ട് ഇറങ്ങുവാണെങ്കിൽ നോക്കുക, അല്ലെങ്കിൽ വിട്ടേക്കുക ഷെയർ. ദോഡ്ല ഡയറി എന്ന് പറയുന്ന ഷെയർ ഇതും അതുപോലെ തന്നെ താഴെ ഓപ്പണിങ് വന്നിട്ട് ഇതെല്ലാം കയറി വന്ന് ആവറേജ് ട്രേഡ് പ്രൈസിന് മുകളിൽ പോയിട്ട് തിരിച്ചിറങ്ങാനുള്ള ചാൻസ് എടുക്കുക. ഇതിനകത്ത് IKS ഒക്കെ ചെറിയ മാർക്കറ്റ് ടൈമിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ടൈമിൽ മൂവ്മെൻറ്റ് വന്നതിന് ശേഷം പിന്നെ അധികം മൂവ്മെൻറ്റ് കാണത്തില്ല ഷെയറിനകത്ത്. ക്വാണ്ടിറ്റി കുറവായിരിക്കും. അപ്പോൾ അതിനകത്ത് നമുക്ക് ട്രേഡ് എടുക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടാണ് ക്വാണ്ടിറ്റി വെച്ചിട്ട്. എന്നാലും നമുക്ക് ലെവലുകൾ കിട്ടുവാണെങ്കിൽ ചാൻസ് എടുക്കാം. തെർമാത്ത് എന്ന് പറയുന്ന ഷെയർ ഹൈയോ R1 മുകളിൽ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ ചാൻസ് എടുക്കാം. ഗോകുലാഗ്രോ ഹൈ അടിച്ചിട്ട് ഇറങ്ങുവാണെങ്കിൽ R1 പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ R1 ഹൈയോ അടിച്ചിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ല ചാൻസ് ആയിരിക്കും. എസ്ചാന്ത് എന്ന് പറയുന്ന ഷെയർ വലിയ മൂവ്മെൻ്റ് ഇല്ല, എന്നാലും ഈ R2 ലെവലിൽ നിന്ന് കിട്ടുവാണെങ്കിൽ നല്ല ചാൻസ് ആയിരിക്കും. FM ഗോഡ്സെ എന്ന് പറയുന്ന ഷെയർ R1 R2 ലെവൽ ശ്രദ്ധിക്കുക. R3യും ചാൻസ് ഉണ്ട്, നോക്കുക. അത് RML ഹൈയും R1 ചാൻസാണ്. KSL എന്ന് പറയുന്ന ഷെയർ അതും ക്ലോസിങ് ഇച്ചിരി വീക്കാണ്, അതാണ് കുഴപ്പം. എന്നാലും സാരമില്ല. ഇതിന് താഴെ ഓപ്പണിങ് വന്നിട്ട് തിരിച്ചു കയറുവാണെങ്കിൽ ആവറേജ് തന്നെ ചാൻസ് എടുക്കുക. ആവറേജ് വന്നിട്ട് ഇറങ്ങുവാണെങ്കിൽ ചാൻസ് എടുക്കുക. STL ടെക് ഹൈ R1 ഈ 2 ലെവൽ അടിച്ചിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ല ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. ഇതിനെന്തോ BSNL-ഉമായിട്ട് എന്തോ ഓർഡറോ എന്തോ ഒരു ന്യൂസ് ഞാൻ ഇടയ്ക്ക് എപ്പോഴോ കണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഇത് വെച്ചിട്ടാണ് ഈ ഷെയർ 2 ദിവസമായിട്ട് കയറുന്നത്. അപ്പോൾ അതിനകത്ത് ശ്രദ്ധിക്കും. എന്നാലും നമുക്ക് ഈ ലെവലുകളിൽ നിന്ന് ചാൻസ് കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ബിർള കേബിള് ഹൈ R1 റേഞ്ചിൽ നിന്ന് നല്ല ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് MFSL, ഈ ദോഡ്ല ഡയറി എന്ന് പറയുന്ന ഷെയർ, ബിർള കേബിള്, STL ടെക്, ഇതിനകത്തൊക്കെ നല്ല വോളിയമുള്ള ഷെയറുകളാണ്, നല്ല ചാൻസും കിട്ടും. അപ്പോൾ ഇത്രയും ഷെയറുകൾ ശ്രദ്ധിക്കുക. അപ്പോൾ നാളെ എല്ലാവർക്കും നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.